സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികളെ ലക്ഷ്യമാക്കി കഞ്ചാവ് കച്ചവടം നടത്തിവന്ന സംഘത്തിലെ പ്രധാനി കോന്നി പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് നിന്ന് 3 മാസം മുമ്പെത്തി കോന്നിയിൽ വാടകയ്ക്ക് താമസിച്ചു വരുന്ന പശ്ചിമബംഗാൾ ജയ്പാൽഗുരി ജില്ലാ സ്വദേശി റഹുൽ ഇസ്ലാം 29 വ്യാഴാഴ്ച വൈകിട്ട് സ്കൂളിന് സമീപത്തു നിന്നും അറസ്റ്റിലായത്. 1/2 കിലോയിലധികം കഞ്ചാവ് ഇയാളിൽ നിന്നും കോന്നി പോലീസ് പിടിച്ചെടുത്തു. സ്കൂളുകൾ കേന്ദ്രീകരിച്ച് സജീവമായി ലഹരി സംഘങ്ങൾക്ക് കഞ്ചാവ് വിതരണം ചെയ്തു വരികയായിരുന്നു ഇയാൾ. പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു. ഇയാളുടെ ഷോൾഡർ ബാഗിൽ നിന്നും 1/2 കിലോയിലധികം കഞ്ചാവും വിതരണം ചെയ്യുന്നതിന് വേണ്ടി പത്രക്കടലാസുകളിൽ പൊതിഞ്ഞ 2 ചെറിയ പൊതികൾ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്നും കണ്ടെടുത്തു. പ്രതി നാട്ടിൽ പോകുമ്പോൾ കഞ്ചാവ് ശേഖരിച്ച ശേഷം ഇവിടെ എത്തിച്ച് വിതരണം ചെയ്യുകയാണ് പതിവ്. കഞ്ചാവിൻ്റെ ഉറവിടത്തെപ്പറ്റിയും പോലീസ് അന്വേഷണം തുടരുകയാണ്. ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ നടക്കുന്ന ദി ഹണ്ട് എന്ന പേരിലുള്ള ഓപ്പറേഷനിലെയാണ് അറസ്റ്റ്. പകൽ ജോലിക്ക് പോകാതെ വൈകിട്ട് സ്കൂൾ വിടുന്ന സമയം നോക്കിയാണ് ഇവർ കഞ്ചാവ് കച്ചവടം നടത്തുന്ന അന്വേഷണത്തിൽ വെളിവായി. സംഘത്തിലെ പ്രധാനിയാണ് ഇപ്പോൾ കോന്നി പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ജില്ലാ പോലീസ് മേധാവി S സുജിത് ദാസിന്റെ നിർദ്ദേശാനുസരണം കോന്നി DYSP PT രാജപ്പന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. ലഹരി വസ്തുക്കൾക്കെതിരായി ശക്തമായ നടപടി തുടരുമെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. ഓണനാളുകളുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഇത്തരം പരിശോധനകൾ കർശനമാക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി പറഞ്ഞു. കോന്നി പോലീസ് ഇൻസ്പെക്ടർ P ശ്രീജിത്ത്, SI രവീന്ദ്രൻ നായർ, CPOമാരായ അഖിൽ, സുനിൽ, അഖിൽ, അരുൺ, ദിലീപ് എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. പ്രതിയെ പത്തനംതിട്ട ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മുമ്പാകെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു.